പാണ്ഡു ഒരിക്കൽ നായാട്ടിനായി കാട്ടിലേക്ക് പോകുന്നു. അവിടെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടിക്കൊണ്ട് നായാട്ട് വളരെയധികം അദ്ദേഹം ആസ്വദിക്കുന്നു. അപ്പോഴാണ് പാണ്ഡു ഒരു കാഴ്ച കാണുന്നത്. 2 മാനുകൾ ഇണചേരുന്ന രംഗം. ഈ രംഗം കണ്ട പാണ്ഡുവിന് ഒരു തമാശ തോന്നി. പാണ്ഡു ആ മാനുകൾക്ക് നേരെ അസ്ത്രങ്ങൾ അയക്കുന്നു. ദുഃഖകരം എന്ന് പറയട്ടെ, ആ ശരങ്ങളേറ്റ് മാൻപേട പിടഞ്ഞു വീണു ചത്തു. അത് വെറുമൊരു മാനായിരുന്നില്ല, മഹാതപസ്വിയും ഗുണവാനുമായ കിന്തമൻ എന്ന മഹർഷിയായിരുന്നു അത്. മൃഗരൂപത്തിൽ ഭാര്യയുമൊത്ത് ഇണചേരുകയായിരുന്നു ആ മഹർഷി. മരിക്കുന്നതിനു മുൻപ് ആ മുനി പാണ്ഡുവിനെ ശപിച്ചു. എടാ പാണ്ഡു, ഇണചേരുന്ന സമയത്ത് നീ ഞങ്ങൾക്കു നേരെ അസ്ത്രമയച്ചു. ഞങ്ങളിതാ മരണത്തിലേക്ക് അടുക്കുന്നു. നിനക്കും ഇതുതന്നെയാണ് വിധി. ഞാനിതാ നിന്നെ ശപിക്കുന്നു. നിന്റെ ഭാര്യയോടൊത്ത് നിനക്കിനി കഴിയാൻ സാധിക്കില്ല. നിന്റെ ഭാര്യയെ നീ സംഗമം ചെയ്താൽ ആ നിമിഷം നീ മരിക്കും. എൻ്റെ വാക്കുകൾ നിഷ്ഫലമാകില്ല. നിനക്കിനി ദാമ്പത്യ ജീവിതം ഇല്ല. അഥവാ നീ അതിന് തുനിഞ്ഞാൽ മരണം ഉടൻ തന്നെ നിന്നെ തേടിയെത്തുകയും ചെയ്യും. ഈ ശാപവാക്കുകൾ പറഞ്ഞതിന് ശേഷം മുനിയും ഭാര്യയും മരിച്ചു. പാണ്ഡു ഈ ശാപവാക്കുകൾ കേട്ട് തളർന്നിരുന്നു പോയി. തൻ്റെ 2 ഭാര്യമാർ, അവരോട് ഇനി എന്തു പറയും? ഇതിൽ പരം ഒരു ദുർവിധി എന്തുണ്ടാകുവാനാണ്? വെറുതെ തോന്നിയ ഒരു തമാശ എത്ര വലിയ ദുരന്തത്തിലേക്കാണ് തന്നെ കൊണ്ട് ചെന്നെത്തിച്ചത്. മുനിയുടെയും മുനിപത്നിയുടെയും മരണത്തിന് താൻ കാരണമായി തീർന്നു. പാണ്ഡു ദുഃഖത്തോടെ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ നിന്നു. ഈ സംഭവങ്ങളറിഞ്ഞ് പാണ്ഡുവിൻ്റെ ഭാര്യമാരായ കുന്തിയും മാദ്രിയും തീവ്ര ദുഃഖത്തിൻ്റെ കടലാഴങ്ങളിലേക്ക് വീണതുപോലെ തോന്നി. ഇനി തങ്ങൾക്ക് പാണ്ഡുവിൽ നിന്ന് കുട്ടികൾ ലഭിക്കില്ല എന്ന സത്യം കുന്തിയും മാദ്രിയും മനസ്സിലാക്കുന്നു. ദുഃഖവും പശ്ചാത്താപവും നിറഞ്ഞ മനസ്സോടെ പാണ്ഡു തൻ്റെ ഭാര്യമാരോട് ഇപ്രകാരം പറയുന്നു: രാജ്യം ഉപേക്ഷിച്ച് വനാന്തരങ്ങളിലേക്ക് പോയി സന്യാസം സ്വീകരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. പാണ്ഡുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് കുന്തിയും മാദ്രിയും ഒന്നുപോലെ പറഞ്ഞു: പ്രാണനാഥ, അങ്ങ് പറഞ്ഞത് കേട്ടു. അങ്ങ് വാനപ്രസ്ഥം സ്വീകരിച്ച് അങ്ങയുടെ ആഗ്രഹം പോലെ തപോവൃത്തിയിൽ ഏർപ്പെട്ടാലും ഞങ്ങളും ആത്മസംയമനം പാലിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കി അങ്ങയോടൊപ്പം കഴിഞ്ഞുകൊള്ളാം. തൻ്റെ ഭാര്യമാരുടെ ഈ വാക്കുകൾ കേട്ട പാണ്ഡുവിനും അത് സ്വീകാര്യമായി തോന്നി. അങ്ങനെ അദ്ദേഹം രാജകീയമായ എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് ഭാര്യമാരോടൊത്ത് ഹിമാലയ ശൃംഗങ്ങളിലേക്ക് യാത്രയാവുന്നു. ഭീഷ്മരും ധൃതരാഷ്ട്രരും ഈ വാർത്തയറിഞ്ഞ് ഏറെ ദുഃഖിക്കുന്നു. പാണ്ഡു ഹിമാലയത്തിൽ ശതശൃംഗമെന്ന പുണ്യവനത്തിൽ ഭാര്യാസമേതനായി പർണശാല കെട്ടി താമസം ആരംഭിക്കുന്നു. അവിടെയുണ്ടായിരുന്ന മഹർഷിമാർക്കെല്ലാം അദ്ദേഹത്തെ ഏറെ പ്രിയമായിരുന്നു. പക്ഷേ എപ്പോഴും പാണ്ഡു ദുഃഖിതനായിരുന്നു. ഒരു പുത്രൻ ഉണ്ടാകാത്ത ദുഃഖം, അതായിരുന്നു പാണ്ഡുവിനെ എപ്പോഴും അലട്ടിയിരുന്നത്. ഒരു ദിവസം പാണ്ഡു കുന്തിദേവിയെ അരികിൽ വിളിച്ചു: പ്രിയേ കുന്തി, ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം. മുനിശാപം നിമിത്തം ഇനി എനിക്ക് പുത്രോത്പാദനം സാധ്യമല്ല. ഞാൻ നിന്നോട് ചേർന്നാൽ എൻ്റെ മരണം സുനിശ്ചിതമാണ്. അതുകൊണ്ട് ഈ വിഷമഘട്ടത്തിൽ നീ പുത്രോത്പാദനം സാധ്യമാക്കണം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സിദ്ധന്മാരിൽ നിന്നോ മഹർഷിമാരിൽ നിന്നോ സന്താനങ്ങളെ നേടാമെന്ന് വിധിയുണ്ട്. എൻ്റെ ജനനവും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ സന്താനലബ്ധിക്ക് ശ്രമിക്കണം. പാണ്ഡുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് കുന്തിദേവി പറഞ്ഞു: നാഥ, അങ്ങയുടെ ധർമ്മപത്നിയായ എന്നോട് ഇങ്ങനെ പറയരുതേ. പുത്രന്മാരുണ്ടാകുവാൻ വേണ്ടിയാണെങ്കിൽ കൂടി എനിക്കതിനു സാധിക്കില്ല പ്രിയനെ. അങ്ങയെയല്ലാതെ മറ്റാരെയും മനസ്സുകൊണ്ട് പോലും ഞാൻ ചിന്തിക്കുകയില്ല. അങ്ങ് അത് മനസ്സിലാക്കിയാലും. എന്നിട്ട് കുന്തിദേവി വിഷിതാശ്വൻ എന്ന രാജാവിൻ്റെ കഥ പാണ്ഡുവിനോട് പറഞ്ഞു കേൾപ്പിക്കുന്നു. സന്താനങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് വിഷിതാശ്വൻ മരിച്ചു. ഭാര്യ കാക്ഷീവതി മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരയുന്നു. സന്താനങ്ങൾ പോലുമില്ലാതെ ഞാനിനി എന്തിനു ജീവിക്കണം എന്നാണ് ഋഷിദാശ്വൻ്റെ ഭാര്യ ചിന്തിച്ചത്. അപ്പോൾ ഋഷിദാസന്റെ ശരീരത്തിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങി: പ്രിയേ, നീ വിഷമിക്കേണ്ട. ഞാൻ മരണപ്പെട്ടുവെങ്കിലും എൻ്റെ തപോബലം കൊണ്ട് നിനക്ക് കുട്ടികൾ ജനിക്കും. ഋതുസ്നാനം കഴിഞ്ഞ് അഷ്ടമി ചതുർദശി ദിവസങ്ങളിൽ എന്നെ ധ്യാനിച്ചുകൊണ്ട് നീ ശയനം ചെയ്യുക. എൻ്റെ വീര്യത്തിൽ നിന്നും നിനക്ക് കുട്ടികളുണ്ടാകും. ഋഷിദാശ്വന്റെ പത്നി കാക്ഷീവതി അപ്രകാരം തന്നെ ചെയ്തു. അതിൻ്റെ ഫലമായി 7 പുത്രന്മാരെ ലഭിക്കുകയും ചെയ്തു. കുന്തിദേവി പാണ്ഡുവിനോട് ഈ കഥ സവിസ്തരം പറഞ്ഞു നിർത്തി. ഇത് കേട്ട് പാണ്ഡു കുന്തിദേവിയോട് പറഞ്ഞു: കുന്തി, നീ പറഞ്ഞ കഥ കേട്ടു. ഈ സംഭവം ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കണം. വിഷിതാശ്വനെ പോലെ തപസിദ്ധിയോ ഈശ്വര സാക്ഷാത്കാരമോ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് അത്തരത്തിൽ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. പുത്രന്മാർ ജനിക്കുവാനും അവരെ കണ്ട് സന്തോഷിക്കുവാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിന്നോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരു മഹർഷിയെയോ ദേവനെയോ പ്രാപിച്ച് ഒരു പുത്രനെ സമ്പാദിക്കുവാൻ നീ ശ്രമിക്കുക.
പാണ്ഡുവിന്റെ ഈ വാക്കുകൾ കേട്ട് കുന്തിയുടെ മനസ്സലിഞ്ഞു. കുന്തി അല്പനേരം ചിന്തിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, നാഥ, എൻ്റെ കൗമാരകാലത്ത് ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിൽ വന്നു. മഹർഷിയെ ശുശ്രൂഷിക്കുവാൻ അച്ഛൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. എൻ്റെ ശുശ്രൂഷയിൽ ദുർവാസാവ് മഹർഷി ഏറെ സന്തുഷ്ടനാവുകയും അദ്ദേഹം മടങ്ങിപ്പോകുവാൻ നേരം എനിക്കൊരു വിശിഷ്ട മന്ത്രം ഉപദേശിച്ചു തരികയും ചെയ്തു. ആ മന്ത്രം ചൊല്ലി ഏത് ദേവനെ ധ്യാനിച്ചാലും ആ ദേവൻ ആ നിമിഷം തന്നെ എൻ്റെ മുന്നിലെത്തും. ആ വരമായിരുന്നു ദുർവാസാവ് മഹർഷി എനിക്ക് നൽകിയത്. ആ മന്ത്രം ഉപയോഗപ്പെടുത്തുവാനുള്ള സമയം ഇതാണെന്ന് തോന്നുന്നു. കുന്തിദേവി ഇങ്ങനെ പറഞ്ഞു നിർത്തി. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം കുന്തി പാണ്ഡുവിനോട് ചോദിച്ചു, പുത്രനുണ്ടാവണമെന്ന അങ്ങയുടെ ആഗ്രഹം സഫലമാക്കുവാൻ ഞാൻ ഈ മന്ത്രം ജപിക്കാം. ഏതു ദേവനെയാണ് ഞാൻ ക്ഷണിക്കേണ്ടത്? ദയവായി അങ്ങ് പറഞ്ഞാലും. കുന്തിദേവിയുടെ വാക്കുകൾ കേട്ട് പാണ്ഡു സന്തോഷത്തോടെ പറഞ്ഞു, പ്രിയേ, നമുക്ക് ധർമ്മിഷ്ഠനായ ഒരു പുത്രനാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ധർമ്മദേവനെ നീ ആവാഹിച്ച് പുത്രനെ നേടിയാലും. ഭർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കുന്തിദേവി ദേഹശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് ധർമ്മദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ വിശിഷ്ട മന്ത്രം ജപിക്കുന്നു. അത്ഭുതം! ആ നിമിഷം തന്നെ ധർമ്മദേവൻ കുന്തിദേവിയുടെ മുന്നിലെത്തി. അങ്ങനെ സത്യധർമ്മങ്ങൾ കൊണ്ട് വിശ്വവിശ്രുതനായ യുധിഷ്ഠിരൻ ജനിച്ചു. പഞ്ചപാണ്ഡവന്മാരുടെ തുടക്കം അങ്ങനെ യുധിഷ്ഠിരനിലൂടെ അവിടെ ആരംഭിക്കുന്നു.